ജാവ്ദേക്കർ ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച വിവാദം ശക്തമാകുന്നതിൽ ബി.ജെ.പിയിൽ ഒരു വിഭാഗത്തിന് അമർഷം. മറ്റു പാർട്ടിയിലെ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ പുറത്തുവരുന്നതിനാലാണ് അതൃപ്തി. ഓപ്പറേഷൻ ലോട്ടസിനുള്ള ശ്രമം കേരളത്തിലും തുടങ്ങിയിട്ട് നാള് ഏറെയായെങ്കിലും പ്രമുഖരായ ആളുകളെ എത്തിക്കാനുള്ള ചർച്ചകൾ പുറത്തുവരുന്നതിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. സംസ്ഥാനത്തെ കോൺഗ്രസിലെയും CPM-ലെയും പല പ്രമുഖരും ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ശക്തമാണ്. അടുത്തിടെ പാർട്ടിയിലെത്തിയത് പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയുമായിരുന്നു. എന്നാൽ പാർട്ടിയിലേക്ക് വന്ന നേതാക്കളെക്കാൾ കൂടുതൽ ചർച്ചയായത് ഇ.പി. ജാവ്ദേക്കർ കൂടിക്കാഴ്ചയായിരുന്നു. ശോഭയെയും അനിൽ ആന്റണിയെയും ലക്ഷ്യമിട്ടുള്ള ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം ശോഭ മെല്ലെ ഇ.പിയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ആദ്യം സസ്പെൻസ് ഇട്ട് പിന്നെ ഇ.പിയുടെ പേര് ശോഭ പറഞ്ഞതോടെ കളി മാറി. കെ സുരേന്ദ്രനും ചർച്ച സമ്മതിച്ചു രംഗത്തെത്തി. കൂടിക്കാഴ്ചയിൽ ഇ.പിയുടെ വെളിപ്പെടുത്തൽ വഴി CPM കടുത്ത വെട്ടിലായി. പക്ഷേ ബി.ജെ.പിയിലുമുണ്ട് പ്രശ്നങ്ങൾ. ആളെ എത്തിക്കാൻ സമിതി, വൻതുക ചോദിച്ച് ഇടനിലക്കാർ തുടങ്ങിയ വിവരങ്ങൾ പാർട്ടിക്ക് നേട്ടമല്ല, ദോഷമാണെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ദേശീയ തലത്തിൽ ഇടിവുണ്ടാക്കിയെന്നാണ് ഒരു വിമർശനം. അതിനപ്പുറം ഇനി ആരെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്ന പ്രശ്നവും ബാക്കിയാണ്. ചർച്ച നടത്തിയവർ തന്നെ എല്ലാം തുറന്നു പറയുന്നതിലെ വിശ്വാസ്യത പ്രശ്നവും വിമർശകർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ എതിർചേരിയിലെ പ്രമുഖർ വരാൻ തയ്യാറാണെന്ന വിവരം നല്ല മാറ്റത്തിന്റെ സൂചനയല്ലേ എന്നാണ് നേതൃത്വത്തിന്റെ ചോദ്യം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.